മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അടുത്ത കാലത്ത് മാതൃഭൂമി ദിനപത്രത്തിൻ്റെ 100-ാം വാർഷികമോ 125-ാം വാർഷികമോ ആഘോഷിക്കുകയുണ്ടായി. മാതൃഭൂമിയെക്കുറിച്ച് ആ പത്രത്തിൽ ധാരാളം വിവരണങ്ങളും വരികയുണ്ടായി. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു ബോക്സിൽ കൊടുത്ത വിവരണം ഇന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ വിവരണത്തിൻ്റെ ടൈറ്റില് മാതൃഭൂമിയിൽ നിന്ന് ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയായിരുന്നു ടൈറ്റില്. മാതൃഭൂമി പത്രത്തിൽ നിന്ന് ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നില്ല. മറ്റു പത്രങ്ങളിൽ വരികയോ വരാതിരിക്കുകയോ ചെയ്യുക, മറ്റു പത്രങ്ങൾ ഏത് രീതിയിൽ ഏത് വാർത്തയോ വിവരണങ്ങളോ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുക, അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ മാതൃഭൂമിയിൽ നിന്ന് ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന കമന്റുകൾ പറഞ്ഞ ഡസൻ കണക്കിന് പ്രഗത്ഭരായ വ്യക്തികളുടെ അഭിപ്രായങ്ങൾ മാതൃഭൂമി ആ ബോക്സിൽ കൊടുത്തിരുന്നു. പാലക്കാട് ഞാൻ ആർക്കോ ഒരാൾക്ക് അവാർഡ് കൊടുക്കുന്നു എന്ന വാർത്തയും അഡ്വർടൈസ്മെന്റും മാതൃഭൂമിയിൽ വന്നപ്പോഴും ഞാൻ കോഴിക്കോട് കത്തിലൂടെ മാതൃഭൂമിയെ അറിയിച്ചു, നിങ്ങളിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ അറിയാതെ ഞാനൊരാൾക്ക് അവാർഡ് കൊടുക്കുന്നു എന്നും ഞാൻ അറിയാതെ ഞാൻ അയാളുടെ പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നു എന്നുമെല്ലാം ഉള്ള അഡ്വർടൈസ്മെന്റും വാർത്തയും ഫോട്ടോയും കൊടുത്തത് ശരിയായില്ല. മാതൃഭൂമി കോഴിക്കോട് നിന്ന് വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തി തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൽ വന്ന് ഇനി അത് സംഭവിക്കില്ല എന്ന് മറുപടി പറയുകയും ചെയ്തു. ഇത്രയും ദീർഘമായ ഒരു വിവരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ കാരണം, ഞാൻ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന മാതൃകയാണെന്ന് മറ്റുള്ളവരോട് പറയാറുള്ള മാതാ അമൃതാനന്ദമയിയുടെ പ്രവർത്തന മണ്ഡലത്തെക്കുറിച്ച് ഒരു കമന്റ് പറയാൻ വേണ്ടിയിട്ടാണ്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ, വാണിജ്യ വ്യവസായങ്ങൾ കൊണ്ട് സമ്പന്നരാകുവിൻ, സംഘടന കൊണ്ട് ശക്തരാകുവിൻ. അത് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുന്നത് അമ്മയുടെ കർമ്മമണ്ഡലത്തിലുള്ളവരാണ്. അത് ശാന്തമായും ധന്യമായും ആധുനിക ലോകത്തിന് ചേർന്ന രീതിയിലും അവർ പ്രവർത്തിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കെതിരെ അവഹേളനാത്മകമായിട്ടുള്ള പലതും വന്നപ്പോൾ ആദ്യം പ്രതികരിച്ചത് ഞാൻ തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു. അതെനിക്ക് ഉറപ്പാണ്. ഞാൻ തന്നെയാണ് ആദ്യം പ്രതികരിച്ചത്. അങ്ങനെ ആ അമ്മയുടെ കർമ്മമണ്ഡലത്തിൽ ചെയ്യുന്ന നല്ല നല്ല കർമ്മങ്ങൾക്ക് ഇന്നും അഭിനന്ദനങ്ങളും അവിടെ അവരുടെ കീഴിലുള്ള മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ സ്ഥാപനങ്ങളിൽ ക്ലാസ് എടുക്കുകയും എല്ലാം ചെയ്യുമ്പോഴും നൂറുകണക്കിന് വ്യക്തികൾ നേരിട്ടും കത്ത് വഴിക്കും ഇമെയിൽ വഴിക്കും അതുപോലെ പ്രഭാഷണ വേദിയിലും അമൃത ടിവിയെക്കുറിച്ച് പറയാറുണ്ട്. അമ്മ ലോകത്തിന് നൽകുന്ന സംസ്കാരങ്ങൾ തികച്ചും വ്യത്യസ്തമാണല്ലോ സാറേ അമൃത ടിവിയിൽ, സാറിനൊന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ച് കത്തുകൾ എഴുതാറുണ്ട്. ഞാനിപ്പോൾ അമൃത ടി വി കാര്യമായിട്ട് കാണാറില്ല, കാണണമെന്ന് എനിക്ക് തോന്നാറുമില്ല. അതിൽ സന്ധ്യാദീപം എന്ന് പറയുന്നത് മാത്രം ചിലപ്പോൾ കാണാറുണ്ട്. അത് കാണുന്നതിന് തൊട്ടു മുമ്പ് തട്ടുകട എന്ന് പറഞ്ഞ് ത്രിസന്ധ്യ നേരത്ത് ഇറച്ചി വറക്കുന്നതും ഇറച്ചിക്കറി ഉണ്ടാക്കുന്നതും അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതും വിൽക്കുന്നതും തിന്നുന്നതുമെല്ലാം കാണിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി അതിനകത്തുണ്ട്.
മിക്കവാറും മതേതരത്വം നിലനിർത്താൻ വേണ്ടി ഒരു മുസ്ലിമിന്റെ, ഒരു ഹിന്ദുവിന്റെ, ഒരു ക്രിസ്ത്യാനിയുടെയാണ് കാണിക്കുന്നത് എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് സന്ധ്യാദീപം വിരസമായ രീതിയിൽ അത് കാണിച്ച്, എല്ലാ ദിവസവും ഒരേപോലെ കാണിച്ച്, അത് കഴിഞ്ഞ് ഏതൊക്കെയോ ദിവസങ്ങളിൽ ഇടയ്ക്ക് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ലെറ്റസ്റ്റ് ഡാൻസ് എന്നോ എന്തോ പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇനി അടുത്ത കാലത്ത് കണ്ടത് കോഴിയിറച്ചി ഇങ്ങനെ കമ്പിയിലൂടെ കുത്തി അതിൽ തീയിട്ട് കുറേ പേര് അതിൻ്റെ ചുറ്റും ഇരുന്ന് ഡാൻസ് ചെയ്യുന്നു. അത് കണ്ടപ്പോൾ ഇന്ന് വരെയും ഒരു കമൻറ്റും ചെയ്യാത്ത എൻ്റെ ഭാര്യ പോലും പറഞ്ഞു, നിങ്ങൾക്ക് അമൃത ടി വിയുമായിട്ട് ബന്ധമില്ലേ, അമ്മയുമായിട്ട് ബന്ധമില്ലേ, ഇത് അമൃത ടി വിയിൽ നിന്നൊന്ന് മാറ്റാൻ പറഞ്ഞൂടെ, അല്ലെങ്കിൽ അമൃത ടി വിയിൽ അതിരുന്നോട്ടെ, അമൃത എന്ന പേരെങ്കിലും ഒന്ന് മാറ്റാൻ പറഞ്ഞൂടെ. എൻ്റെ ഭാര്യ അമൃതപുരിയിലേക്ക് പോയിട്ടില്ല, അമ്മയുടെ അടുത്തേക്കും പോയിട്ടില്ല, പോകണമെന്നിട്ട് അവർ പറയാറുമില്ല. തിരുവനന്തപുരത്തെ കൈമനം ആശ്രമത്തിൽ ഞാൻ നിരന്തരം പോയി ക്ലാസ് എടുക്കാറുണ്ട്, പണ്ട്, ഇപ്പോഴല്ല. അവിടേക്കും അമ്മ വരുമ്പോഴും അവൾ വരാറില്ല. പക്ഷെ അമ്മയെക്കുറിച്ച് അവൾക്കൊരു ധാരണയുണ്ട്, അമ്മയുടെ കർമ്മമണ്ഡലത്തെക്കുറിച്ചൊരു ധാരണയുണ്ട്, അമ്മയുടെ എല്ലാ പ്രവർത്തനത്തെക്കുറിച്ചൊരു ധാരണ ഞാൻ വിവരിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം സ്വാമിമാരുടെ പ്രവർത്തനങ്ങൾ ഞാൻ ചിലപ്പോൾ ഒരല്പസമയം ലിഷറായിട്ട് കിട്ടുകയാണെങ്കിൽ കൊല്ലത്തേക്കോ കായംകുളത്തേക്കോ ആലപ്പുഴയിലോ പോകുന്ന വഴിക്കോ വരുന്ന വഴിക്കോ കുറച്ച് ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് വർഷത്തിൽ 1-2 ദിവസം ഞാൻ പള്ളിക്കാവിലേക്ക് പോവാറുണ്ട്. അവിടെ അമ്മ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അമ്മയെ കണ്ടിട്ടേ മടങ്ങാവൂ എന്ന് സ്വാമിമാർ നിർബന്ധിക്കാറുണ്ട്. തലശ്ശേരി പോകുമ്പോൾ മിക്കവാറും അമ്മയുടെ ആശ്രമത്തിലായിരിക്കും ഉറങ്ങുക. എറണാകുളത്ത് പോകുമ്പോൾ അമ്മയുടെ ബ്രഹ്മസ്ഥാനത്തിലായിരിക്കും ഗസ്റ്റ് ഹൗസിൽ ഉറങ്ങുക. അവിടെയൊക്കെ ക്ലാസ് എടുക്കാറുണ്ട്. അങ്ങനെ എല്ലാം ഉള്ളപ്പോഴും എനിക്ക് ഏറ്റവും വേദനാജനകമായിട്ട് തോന്നാറുള്ളത് ഈ അമൃത ടി വിയിൽ അമ്മയുടെയും ഭാരതീയ പൈതൃകത്തിൻ്റെയും സംസ്കാരത്തിന് ചേരാത്ത ധാരാളം കാര്യങ്ങളുണ്ടെന്ന്, അതും നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ടെന്ന് മറ്റുള്ളവരെ കമൻ്റ് പറയുന്നതിനോട് യോജിക്കാതിരിക്കാൻ പറ്റില്ല. അമ്മയെ അവഹേളനാത്മകമായി ഇൻ്റർവ്യൂ നടത്തിയ ജോൺ ബ്രിട്ടാസിൻ്റെയും അതിന് അനുമതി നൽകിയ മമ്മൂട്ടിയുടെയും ചാനലായിട്ടുള്ള കൈരളി ചാനലിൽ പോലും ധന്യമായ പൈതൃകം അല്പം പോലും ഡൈല്യൂഷൻ വരുത്താതെ നൽകിയിട്ടുള്ളത് കാണാനും ആസ്വദിക്കാനും സാധിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ളതെല്ലാം മലയാളികൾ, കേരള ജനത, ഭാരതത്തിനകത്തും പുറത്തുള്ളവര് അമൃത ടി വിയിൽ അത് പ്രതീക്ഷിക്കുന്നു. അവരുടെ തെറ്റാണോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഒരു നല്ല അമ്മയുടെ ഭക്തൻ പറഞ്ഞത്, അത് അമ്മയുടെ ടി വി ആണെന്ന് വിചാരിക്കേണ്ട, 24 മണിക്കൂർ അത് ടെലികാസ്റ്റ് ചെയ്യുന്നവരിൽ നിന്ന് 1.5 മണിക്കൂർ അമ്മ എടുത്തിട്ടുണ്ടെന്ന് മാത്രം വിചാരിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. എനിക്ക് അത് സത്യമാണെന്ന് തോന്നി. ഞാനിത് അമൃത ടി വിയിലേക്ക് എഴുതുകയുണ്ടായി. അതിന് മറുപടിയായിട്ട് ഷിബു ചക്രവർത്തി എനിക്ക് ഒരു കത്തെഴുതി. ഇത് ഈ കാലഘട്ടത്തിന് ആവശ്യമായ രീതിയിൽ മാറ്റം വരുത്താതെ സാധിക്കില്ല, നിലനിൽക്കണമെങ്കിൽ അതെല്ലാം ആവശ്യമാണ്. ഏതായാലും നിലനിൽക്കണമെങ്കിൽ എല്ലാം ആവശ്യമാണ് എന്ന ധാരണ തെറ്റാ. ഏതിനു വേണ്ടിയാണോ നിലനിൽക്കേണ്ടത് അതിനു വേണ്ടി നിലനിൽക്കാതെ നിലനിൽക്കാൻ വേണ്ടി ഏതും ചെയ്യുന്നത് ആ പത്രത്തിൻ്റെയോ മാധ്യമത്തിൻ്റെയോ ധർമ്മമാണെന്ന് തോന്നുന്നില്ല. പണ്ട് എല്ലാവരുടെയും, ഞാൻ അമേരിക്കയിലേക്ക് പോകുമ്പോഴും മിഡിൽ ഈസ്റ്റിൽ പോകുമ്പോഴും എവിടെയെല്ലാം പോകുമ്പോഴും അവിടെയെല്ലാം ഇന്നലെയും ആരാധ്യനായ കെ എം നായർ
അമേരിക്കയിൽ നിന്ന് വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെയും എല്ലാം ധ്വനിയിൽ ഭാരതീയ പൈതൃകം പഠിക്കാൻ, അറിയാൻ, നോക്കാൻ, കാണാൻ, ഉൾക്കൊള്ളാൻ, ചർച്ച ചെയ്യാൻ ഈ ഹൈന്ദവ ജനതയെയും ഭാരതീയ സംസ്കാരത്തെ ആരാധിക്കുന്ന ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പ്രാപ്തരാക്കിയതിൽ ഒരു നല്ല റോള് അമൃത ടി വിക്കുണ്ട്. പക്ഷേ ഇന്ന് അതെല്ലാം വെറും സ്മൃതി മണ്ഡപത്തിലായി മാറിയിരിക്കുന്നു. ആരും ഇന്ന് അമൃത ടി വിയെ കുറിച്ച് ഓർക്കാറില്ല. മറ്റ് ചാനലുകളെ കുറിച്ചാണ് എപ്പോഴും ഓർക്കുക. അതിന് കാരണം ഏത് വ്യക്തിക്കും ഏത് കുടുംബത്തിനും ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മത്തിൽ നിന്ന് അമൃത ടി വി വ്യതിചലിച്ചു എന്ന് ധാരാളം പേര് അറിയിക്കുമ്പോൾ, പറയുമ്പോൾ ധാരാളം പേര് പറയാറുണ്ട്, ഇത് അമ്മയുടെ പേരിൽ നടക്കുന്ന ചാനലാണെന്ന് കൂടി സാർ ഓർമ്മിക്കണമെന്ന്. ഞാൻ പറയാറുണ്ട്, എനിക്ക് യാതൊരു റോളും അതിനകത്തില്ല. എനിക്ക് അറിഞ്ഞൂടാ അതിനകത്തുള്ള ആൾക്കാരെ. ഞാൻ അന്വേഷിക്കാറുമില്ല, ചോദിക്കാറുമില്ല, സംസാരിക്കാറുമില്ല. ഇനി അഥവാ ആരോടെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഭാഗ്യം കിട്ടിയാൽ ഞാൻ ഈ വിഷയം തൊടാറുമില്ല. ഇതിനെക്കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ വന്നത് എന്ന് മാത്രം പറയുക ചെയ്തത്. ഇപ്പോഴത്തെ പ്രോജക്റ്റ് പ്രോഗ്രാം ഡയറക്ടർ അതിൻ്റെ ചാർജ് എടുത്ത് 1.5 വർഷം മുമ്പ് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ പറഞ്ഞു, കുറെ കൂടി ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള മൂല്യങ്ങളും വാല്യൂസും കൊടുക്കാൻ ശ്രമിക്കണം എന്നൊരു വരി പറഞ്ഞു. പിന്നെ വിഷയം മാറ്റി. അപ്പം അദ്ദേഹം പറയുകയും ചെയ്തു, അതിന് അങ്ങയുടെ സഹകരണം വേണമെന്ന്. ഞാൻ അതിന് മറുപടി ഒന്നും കൊടുത്തില്ല. ഞാൻ ഇന്നും എനിക്ക് ഈ കത്ത് എഴുതിയവരോടും എന്നെ ഇമെയിൽ വഴിക്ക് അയച്ചവരോടും ഈ വിഷയങ്ങൾ ഞാൻ പ്രഭാഷണങ്ങളിൽ പോകുമ്പോൾ, പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഇതുമാതിരി കമൻ്റ് പറയുന്നവരോടും പറയുന്നു, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അമൃത ടി വി അതെന്തിനു വേണ്ടി നിലകൊള്ളുന്നുവോ അതിൻ്റെ നന്മകൾ മറക്കാതെ അമ്മയുടെ ദൗത്യം എന്താണോ ആ ദൗത്യം അമൃത ടി വിയിലൂടെയും അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ എല്ലാം നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഓരോ കോളേജിലും അമൃത യൂണിവേഴ്സിറ്റിയിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ മറ്റ് ഏത് യൂണിവേഴ്സിറ്റികൾക്കും മാതൃകയായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതിൽ എനിക്ക് വളരെ സംതൃപ്തിയും സന്തോഷവും തോന്നാറുണ്ട്. ഞങ്ങൾക്കൊരു സ്കൂളുണ്ട്, ഭാരതീയ വിദ്യാവിഹാർ. 1200ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. തൃശ്ശൂർ കേച്ചേരിക്കടുത്ത്. ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പറയാറുണ്ട്, അമ്മയുടെ സ്കൂളിലെ എല്ലാ നന്മകളും നമ്മുടെ സ്കൂളിൽ ഉണ്ടാവണമെന്ന്. അപ്പോൾ അമ്മയുടെ ആ ദൗത്യം എന്നും അഭിമാനത്തോടു കൂടി തന്നെ കോട്ട് ചെയ്ത് മറ്റുള്ളവരോട് പറയാറുണ്ട്. MBAക്കാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ പോലും അമ്മയുടെ സന്ദേശങ്ങളും സായിബാബയുടെ സന്ദേശങ്ങളും രവിശങ്കറിൻ്റെ സന്ദേശങ്ങളും എല്ലാം ഞാൻ കോട്ട് ചെയ്ത് പറയാറുണ്ട്, MBAക്കാർക്ക് പോലും. അപ്പോൾ അതേപോലെയുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന മഹാപ്രസ്ഥാനമായ അമൃത കർമ്മ പദ്ധതികൾ, അമൃത സ്ഥാപനങ്ങൾ, അതിനെല്ലാത്തിനും ഏറ്റവും അധികം മോട്ടിവേഷൻ കൊടുക്കേണ്ട ഒരു സ്ഥാപനമെന്നോ പ്രസ്ഥാനമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അത് വഴിതെറ്റുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമത തോന്നുകയാണെങ്കിൽ, അമൃത ടി വി കാണുന്നവരും പണ്ട് കണ്ടിരുന്നവർക്കും വിഷമത തോന്നുകയാണെങ്കിൽ നേരിട്ട് അവർക്ക് എഴുതാം. മാറ്റം ഉണ്ടാവാതിരിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, ആഗ്രഹിക്കാം. കാരണം നമ്മളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. പല പരിപാടികൾക്കും ശേഷം അവരെഴുതി അറിയിക്കാറുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക എന്ന്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവരെ അറിയിക്കുക. എന്നെ അറിയിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല. എനിക്ക് അമൃത ടി വിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. വലുതായിട്ട് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹവും എനിക്ക് ഇനിയില്ല. അത് ഞാൻ നിങ്ങളെ ഈ യൂട്യൂബിലൂടെ അറിയിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. എന്നോട് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ കുറേ പേര് പറയുന്നതിൻ്റെ അർത്ഥം എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും കുറച്ച് പേരെങ്കിലും പറയുണ്ടാവുമല്ലോ. ആ കുറച്ച് പേർക്ക് പറയണമെന്നുള്ളത് നേരിട്ട് എനിക്ക് പറയാൻ സാധിച്ചില്ലെങ്കിലും ഈ യൂട്യൂബിലൂടെ
പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇനി ഞാൻ അവരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അവരെന്നോട് പറയാതിരിക്കട്ടെ, ഇനി അഥവാ പറഞ്ഞാൽ യൂട്യൂബിൽ ഞാൻ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ എനിക്കൊരവസരം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത്. പ്രണാമം, നമസ്കാരം.